10K അടിച്ചപ്പോൾ മുതൽ പറയുന്ന പറശ്ശിനിക്കട പോകണമെന്ന് പറശ്ശിനിക്കട മുത്തപ്പൻ ഇരിക്കുന്ന പ്രാർത്ഥിച്ചായിട്ട് എനിക്ക് അടിക്കണേ കൂടെ ഉണ്ടാവണേ. അപ്പം അതേപോലെ തന്നെ ആയിക്ക്. അപ്പൊ ഞാൻ ആരോടൊക്കെ പറഞ്ഞ എല്ലാവരോടും പറഞ്ഞു, മുത്തപ്പനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് അവിടെ സ്റ്റേ, ഇന്ന് നാളെ മുത്തപ്പനെ കാണിച്ച് വരും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും അമ്മേൻ്റെ ചങ്ങാഴ്ചേനുള്ള. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ കൂത്തുപറമ്പ് ഇറക്കി തരാം. അങ്ങനെ ഓൻ വന്ന് ഓന് 2 ഫോട്ടോ എടുത്ത് കൊടുത്ത് നേരെ ശ്രീജേച്ചിനെയും കൂട്ടി കൂത്തുപറമ്പ് പോയി. അവിടെ കണ്ണൂർ ബസ് കയറി, അവിടെ നിന്ന് പറശ്ശിനിക്കടവും ബസ് കയറി പറശ്ശിനിക്കും എത്തി. ഇപ്പം നമ്മൾ ഈ നടക്കുന്ന റൂം തപ്പിയിട്ടുള്ള നടക്കലാണ്. ഒരു റൂം നോക്കി അതങ്ങനെ ആർക്കും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. വേറൊന്ന് നോക്കി അത് ഓക്കെ ഫീല്. അപ്പോൾ നേരെ അവിടെ ചെന്ന് ബാഗൊക്കെ അങ്ങോട്ട് വെച്ച്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട്. കുഞ്ഞിലൊക്കെ വന്ന് നിന്നതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ എത്രയോ കൊല്ലങ്ങ ശേഷം ഇപ്പോഴാണ് ഇത്ര ലേറ്റായിട്ട് ചെന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് മുത്തപ്പനെ കാണേണ്ട ഒരു സംഭവം. പൊലച്ചൊക്കെ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര സമാധാനം. ഞാൻ 2 ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു അന്നെന്താ എല്ലാവർക്കും ലീവുള്ള ഏതോ ഡേ ആയിരുന്നു, പെരുന്നാളിൻ്റെ അന്നോ അങ്ങനെ എന്തായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇന്നൊക്കെ ഭയങ്കര സമാധാനം, ഭയങ്കര ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും. കാരണം രാവിലെയുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നൈറ്റ് ഭയങ്കര സൈലൻറ്റ്, എന്തോ ഒരു രസമാണ്. ഞാൻ എപ്പോഴായാലും അമ്മേനോട് പറയും, പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറശ്ശിനിക്ക് വരുന്ന ഒരാളാണ്, ഞാൻ അമ്മേനോട് പറയാം ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള സമാധാനമില്ലേ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ചെണ്ട മുട്ടുന്ന സൗണ്ടും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കായിരുന്നു. എനിക്ക് തന്നെ എന്താണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ പോയതുപോലെ ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ സങ്കടം വരണേ, സന്തോഷം വരണേ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നലെ. എന്താണെന്നൊക്കെ പറയാൻ പറ്റുന്നില്ല, അത്ര ഇതായിരുന്നു. നാളെ എണീച്ച് രാവിലെ മുത്തപ്പനെ കാണുന്നുള്ള ആ ഒരു ത്രില്ലിലും ഭയങ്കര സമാധാനം, എന്തോ ഭയങ്കര സമാധാനം. പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുമ്പം എത്രത്തോളം അത് നമുക്ക് പറശ്ശിനിക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇത് അവിടുത്തെ നായിയാണ്, എപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുക, കണ്ട ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് ഡുണ്ട് പണി, അതിനെ തടിച്ചിട്ട് നടക്കാൻ പറ്റണില്ല. പിന്നെ നേരെ വിശന്ന് അവിടെ തന്നെയുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നോക്കും മസാല ദോശക്ക് പറഞ്ഞു. ഞാൻ ഈ ആക്കലൊക്കെ കണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റാണ്. പുളിച്ചിട്ട് ഞാൻ തിന്നിക്കില്ല, ഈ ഫസ്റ്റത്തെ ഒരു തിന്നിട്ട് അവിടെ വെച്ചതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റിക്കില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളൊരു 6 മണി സംതിങ്ങിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ 10 മണി സംതിങ് എത്തി. പിന്നെ എന്തൊക്കെയൊക്കെയോ അവിടെ തന്നെ മുത്തപ്പൻ്റെ അടുത്തല്ലേ, വിശപ്പിനാണ് മാർഗ്ഗമില്ലാത്തത്. അടുത്ത വിശക്കൂല. അപ്പോൾ അവിടുത്തെ ഉള്ളിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് അവർ മറ്റേ അവിടുത്തെ നമ്മൾ പുയിങ്ങ മമ്പയറൊക്കെ തന്നു. അപ്പോൾ അത് കഴിച്ച് എൻ്റെ വിശപ്പ് ഇങ്ങനെ ഇല്ലാണ്ടാക്കി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് പാക്കറ്റ് എന്തൊക്കെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞ് ഇനി നാളെ മുത്തപ്പനെ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.